തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സാർ കേരളം ഉള്ളത്. ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാ സ്റ്റേഷനുകളായി മാറരുത് എന്നാണ് സാർ പറയാനുള്ളത്. സാർ ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്നും മാലമോഷണം പോയ ബിന്ദുവിന്റെ കാര്യം നാം പറഞ്ഞതാണ്. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും വെള്ളം കുടിക്കാൻ ശുചിമുറിയിൽ പോവേണ്ടി വരികയും ചെയ്ത ഗതികേട് അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാർ. സ്വന്തം മുന്നണിയിൽപ്പെട്ടവർക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ് സാർ കേരളത്തിലുള്ളത്. സാർ വടകരയിലെ വില്യാപ്പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ RJDയുടെ ഒരു പരിപാടി നടന്നു. അവിടെ കസേരയും വേദിയും ഒക്കെ അഗ്നിക്കിരയാക്കുന്ന സംഭവം ഉണ്ടായി. പോലീസ് ഒരു നടപടിയും എടുത്തില്ല. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെ ഒരു പ്രവർത്തകന് നേരെ വധശ്രമം ഉണ്ടായത് നമുക്ക് കാണാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ അയാൾക്ക് മറ്റൊന്നും പറ്റാതിരുന്നത് സാർ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വടകരയിൽ തന്നെ മറ്റൊരു സംഭവം സാർ, SNDPയുടെ നേതാക്കന്മാർക്കു നേരെ അവരുടെ വീടുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം 8 തവണയാണ് അവരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടത്. ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആയഞ്ചേരിയിലെ കുനിമൽ രാജീവൻ എന്ന് പറയുന്ന ഒരാളുടെ മർദ്ദനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാത്ത കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് സാർ. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകർ സുപ്രീം കോടതിയും ഇടപെട്ടിട്ടാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ CCTV ഉണ്ടായത്. എന്നിട്ടും CCTVയുടെ മുന്നിൽ വെച്ച് നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനുള്ള ധൈര്യം പോലീസിന് കിട്ടുന്നത് പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും പിന്തുണ കൊണ്ടാണ് സാർ. പോലീസ് സേനയ്ക്കുള്ളിൽ പാർട്ടി ഘടകങ്ങൾ ഇപ്പോഴുമാണ് ഇപ്പോൾ സേനയെ രമ MLA സംസാരിക്കുകയാണ് ഇപ്പോൾ.